അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഫെബ്രുവരി 28 വെള്ളിയാഴ്ച. എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക്, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, പ്രഭാതത്തിൽ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ. സന്ധിബന്ധങ്ങളും മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയരോഗികൾ ഈശോ നാമത്തിൽ ബലം പെടട്ടെ. കരൾ രോഗികൾ, ഉദരരോഗികൾ എല്ലാവരെയും കർത്താവിനെ അണിപ്പെടുത്താവുന്ന വറുതി കർത്താവ് സ്പർശിക്കപ്പെടട്ടെ. അടിപ്പണ പോലെ വൈതാക്കാളുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ. ഉച്ചമുള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്കണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ റിസൾട്ടുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവരുടെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് ആവശ്യിക്കട്ടെ. ഭവനരഹിതരെ,
ഭവനം പണിയാൻ വീട് സ്ഥലമില്ലാത്തവരെ, അതെല്ലാം പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ആശുപത്രി ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽ പെട്ടിരിക്കുന്നവർ, കർത്താവ് പാടം നികർത്താനുള്ളവരും അതുപോലെ നികർത്താൻ അനുവാദമില്ലാത്തവരും, CRSD താമസിക്കുന്നവരും, അവർക്ക് അനുവാദം കിട്ടാത്തവരും, നമ്പറില്ലാത്ത ഭവനങ്ങൾ, നമ്പറില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ, അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ പലിശ കയറി മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല, ജീവിതവുമില്ല, നിയമത്തിൻ്റെ ബലികടകളായിട്ട്, ഇരകളായിട്ട്, വികസനത്തിൻ്റെ ഇരകളായിട്ട്, കർത്താവ് എങ്ങനെ ഓടാനും കത്തുന്ന പെരയിൽ രക്ഷപ്പെടാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല, തീ കെടുത്താനും പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പെരുമർക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. Lord, infuse your spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 1 തക്ക സമയം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയമില്ലേ? തക്ക സമയം പലപ്പോഴും രണ്ട് തക്കങ്ങൾ നമ്മുടെ ഇരുട്ട് തക്കവും വെളുത്ത തക്കവും എന്ന് പറഞ്ഞ പോലെ ഈ ദൈവത്തിന് മനുഷ്യനും 2 തക്കങ്ങളുണ്ട്, തക്ക സമയമുണ്ട്. ഒന്ന് നമ്മുടെ തക്ക സമയം. നമ്മുടെ തക്ക സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും. ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം. കാര്യം അവൾ എന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മളുണ്ടാക്കുന്ന തക്ക സമയം. ആ ആൻറ്റിയുടെ മകളെന്ന് സാധനം ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരിറ്റീവ് ആണ്, റിലേറ്റീവാണ്, ആപേക്ഷികമാണ് പല പ്രശ്നങ്ങളും. കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല. പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ, കുരുങ്ങിപ്പോയി. അതുപോലെ അങ്ങനെ ഈ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരുന്ന് വാങ്ങിക്കേണ്ടതാണ്. ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവുകയും ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും, അപ്പോൾ നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ്. പണ്ട് ഉന്തിയിട്ട് ഒപ്പരിഷമായ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഈ പോർട്ടുഗീസ് ബിഷപ്പുമാരൊക്കെ സഭ ഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല. നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുർബാനയൊക്കെ പടം കഴിഞ്ഞാൽ പിന്നെ ഉപ്പുരുഷമ മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം. ബിഷപ്പ് 5 കൊല്ലം കൂടുമ്പോൾ വരത്തില്ല, ചിലപ്പോൾ 10ഉം 15ഉം കൊല്ലം കൂടിയാണ്. കാര്യം ഒരു രൂപത എന്ന് പറയും ഇന്നത്തെ 5 രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ കാറൊന്നുമില്ല, പല്ലക്കിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ യൂറോപ്യൻ മെത്താന്മാർ ഒരു ഇടവക വരണമെന്ന് പറയണത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്തുള്ളൂ, 15 കൊല്ലം കഴിഞ്ഞ് വരുത്തുള്ളൂ. അപ്പോൾ ആൾക്കാർക്കെല്ലാം 35-40 വയസ്സൊക്കെ ആവും. അപ്പോൾ ഈ 40 വയസ്സൊക്കെയാണ് ഒപ്പുരുഷമ മേടിക്കണ്ടേ. അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല, പഠിക്കാനുള്ള ഈ മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളിയിടും. എത്ര ഒപ്പുരുഷം മര്യാദക്കുള്ള ആൾക്കാർക്ക് ഒപ്പുരുഷം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ കാരിയസ് അധ്യാപകർക്ക് ഉന്തി വെക്കും. അതിനകത്ത് ഉന്തിയിട്ട് ഒപ്പുരുഷം എന്ന് പറയണത് കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഉന്തിയിട്ട് ഒപ്പുരുഷ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേറെ പലരുമാണ് ഉന്തണത് ദൈവദൃശ്യനിധിയിലേക്ക്. ഇപ്പോൾ പഠനമായാലും വിവാഹമായാലും, ഇപ്പോൾ എൻ്റെ ചില വീട്ടിൽ പറയും, ഇനി ഞാനൊരിടത്തും പോലെ ഒരു പള്ളിയിലും പോണില്ല, ഒരു ആൾക്കാരൊക്കെ ചോദിക്കണം ആയില്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ഒരിടത്തും പോകണം. നമ്മൾ കുളിക്കാതെ ഇരിക്കാനിട്ടല്ലേ, ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോയില്ല ചോദിക്കുമ്പോൾ കുളിക്കാതെ തേക്കാതെ ഇരിക്കണ കാണാം 15 ഞാൻ ഒരു പള്ളിയും പോയില്ല. ആൾക്കാരുടെ വായിക്കൊക്കെ ആൾക്കാർ ചോദിക്കണം ആയില്ലേ എന്ന്. എന്താണ് ആൾക്കാർ ചോദിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യത്തിലാണ് ആയില്ലേ ചോദിക്കണത്. ഒന്ന് കല്യാണം ആയില്ലേ. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ 22 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ആയില്ലേ എന്ന്.
പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പ്രഗ്നൻ്റ് ആയില്ല. ഇത് ചോദിച്ച ആൾക്കാർക്ക് ഭ്രാന്തായി. അതുകൊണ്ട് ഇനി ഒരിടത്ത് പോകുന്നത് ആൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഉന്തിരിഞ്ഞ്. അപ്പോൾ ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കുന്നത് ഒരു സമയമുണ്ട് അവിടെ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു, അതാണ് ഒരു പ്രശ്നം. ഈ ചുറ്റുവട്ടത്ത് ഇനി കല്യാണം കഴിക്കാനുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ മറ്റുള്ളവരാണ് ഈ ഉന്തണം നമ്മൾ. അതാണ് ഉന്തിയിട്ട് പുരുഷ പോലെയുള്ള ഉന്തിയിട്ട് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥിക്കും, പക്ഷേ ഉന്തിയിട്ട് പ്രാർത്ഥനയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും. പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം. കർത്താവ് പണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അത് രസകരമായൊരു വചനമാണ്. യോഹന്നാൻ 18:8. യോഹന്നാൻ 18:8. യേശു പ്രതിവചിച്ചു, ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതായത് ദൈവത്തിൻ്റെ തക്ക സമയം ഒന്നുണ്ട്. അതാണ് ഈ പത്രോസിന് നമ്മൾ 1 പത്രോസ് 5:6 പറയുന്ന തക്ക സമയം. നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങൾ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് നോക്കി. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റായിട്ടല്ല നോക്കണത്. നിനക്കെത്ര കിട്ടിയെന്ന് ചോദിക്കത്തില്ലേ? അതാ ഒരു മാർക്ക് അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ അപ്പോൾ തന്നെ നിൻ്റെ മോന്ത പോകും. കാര്യം നിൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കണത്. താരതമ്യം എന്ന് പറയുന്നതിനെ. അതുകൊണ്ട് ഇട്ടിയേറ്റ് എന്നൊക്കെയാണ് കർത്താവ് വിളിക്കുന്നത്. ഫിലിപ്പി 2:3. ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വെച്ചാൽ മാത്സര്യമാണ് അവരുമായിട്ട്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ പേരിലാണ് ഈ മത്സരിക്കുന്നത്. ആരാണ്? അഹങ്കാരികളായിരിക്കും. ഞാനാണ് വലുതെന്ന് പറയണമില്ലേ, അതാണ് മത്സരിക്കണം. അതാണ് മാതാവ് പറയുന്നത്. അഹങ്കാരികൾ ഭഗ്നാശരാകപ്പെടും, ചിതറിക്കപ്പെടും. പിന്നെ വിനയാന്യതരെ ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. ദൈവത്തിൻ്റെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ അവർക്ക് കൂളായിട്ട് നിൽക്കും. ലോകം മുഴുവനും ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും എനിക്ക് കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് അത് ചെയ്യും. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെ ജീവിതത്തെ നേരിടാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്.